നമസ്കാരം. ജീവൻ ജനഹിതം 2026 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂട് മൂർധന്യത്തിൽ എത്തി നിൽക്കെ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയുള്ള ജീവൻ ജനഹിത യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ്. തീപാറും പോരാട്ടമാണ് കുന്നത്തുനാട്ടിൽ നടക്കുന്നത്. സിറ്റിംഗ് MLA VP ശ്രീനിജൻ LDF-ൽ നിന്നും UDF-ൽ നിന്ന് 2016 മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ VP സജീന്ദ്രനും ഒപ്പം 2020 ഏറ്റവും കൂടുതൽ ശക്തമായ വേരുകളുള്ള 2020 NDA-യുടെ ഭാഗമായതിനാൽ തിരിച്ചു വരും, അവർ ശക്തിയായി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയിൽ NDA-യും മുന്നിട്ട് നിൽക്കുന്നു. തീപാറും പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ കുന്നത്തുനാട്ടിൽ നടക്കുന്നത്. നമുക്ക് ജനഹിതം ആരായാം. തിരുത്തണം വഴി പിഴച്ച ചുവടുകൾ ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ജീവൻ ജനഹിതത്തിൽ നമ്മോടൊപ്പമുള്ളത് കുന്നത്തുനാട്ടിലെ LDF സ്ഥാനാർത്ഥി CPM-ന്റെ അഡ്വക്കേറ്റ് PV ശ്രീനിജനാണ്. അദ്ദേഹം എന്താണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹിതം എങ്ങനെയാണെന്ന് പറയാണ്. എങ്ങനെയാണ് കുന്നത്തുനാട്ടിലെ ജനങ്ങളുടെ ഹിതം ഇത്തവണ എങ്ങനെയാണ്? ഞങ്ങൾ അടിപൊളിയല്ലേ. കുന്നത്തുനാട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നത് കൊണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് കുന്നത്തുനാട്. ഏതാണ്ട് 2500 കോടി രൂപയിലധികം വരുന്ന 2500 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ആത്മവിശ്വാസം. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. പിന്നെ വികസനവും വർഗീയതയും ഒരുമിച്ചുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. കാരണം നിങ്ങൾക്കറിയാം, 2020-യുടെ NDA പ്രവേശനം ഈ മണ്ഡലത്തിൽ വലിയ വികാരം NDA-ക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമുള്ള എന്ന നിലയിൽ. അപ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് എന്തൊക്കെ മാറ്റങ്ങളാണ് കുന്നത്തുനാട് ആഗ്രഹിക്കുന്നത്? കാരണം താങ്കൾ തുടങ്ങി വെച്ച കുറേ വികസന പ്രവർത്തനങ്ങളുണ്ടാവും, അതിൻ്റെ ഒരു തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ മറ്റ് പുതിയ പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ടാവും, അത് ഇത്തവണ വന്നാൽ നടപ്പാക്കും. അങ്ങനെ കുറേ മനസ്സിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ജനങ്ങളോട് പങ്കുവയ്ക്കാൻ? ഇപ്പോൾ 2021 ഞാൻ വരുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 10 വർഷം ഞങ്ങൾ പല കാര്യങ്ങളും അന്നത്തെ MLA അടുത്ത് പറഞ്ഞു, നടന്നില്ല. അപ്പോൾ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞു. വന്ന് ഞാനത് സമ്മതിച്ചു, ഇലക്ഷനല്ലേ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായത്. പല പ്രദേശങ്ങളും കുടിവെള്ള ക്ഷാമം ഉണ്ടായിരുന്നു. ഏകദേശം 426 കോടി രൂപയാണ് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം ഈ മണ്ഡലത്തിൽ സർക്കാർ ഇപ്പോൾ തന്നിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അത് തുടർ പ്രവർത്തനത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യണം. പിന്നെ തൊഴിൽ പ്രശ്നങ്ങൾ, ഇൻഫോ പാർക്കിൻ്റെ വികസനം. ഇപ്പോൾ 300 ഏക്കർ സ്ഥലമാണ് ഇൻഫോ പാർക്കിൻ്റെ 3ാം വികസനം കുന്നത്തുനാട് കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് വരുന്നത്. സർക്കാർ ഈ ബഡ്ജറ്റിൽ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഏകദേശം 1 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുന്നത്തുനാടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയുടെ ഒരു വ്യാവസായിക പ്രദേശം കൂടിയാണ്. അതെ. എത്രമാത്രം വികസനങ്ങൾ അതിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു? അല്ല, അതായത് തൊഴിലടക്കം ഗ്രാമീണ മേഖല നിറഞ്ഞ ഒരു നഗരമാണ് കുന്നത്തുനാട്. അതിലെല്ലാം പെടുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഫോ പാർക്കിൻ്റെ 3ാം ഘട്ടം ഇവിടെ വരുമ്പോൾ അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കണമെങ്കിൽ എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ 3ാം ഘട്ട വികസനത്തിൽ കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ IT മേഖലയിൽ, കാരണം നമ്മുടെ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു, ഇവിടെ ആളില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അതിനുള്ള സാധ്യതകൾ ഞങ്ങൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള, പിന്നെ തകർന്നടിഞ്ഞ റോഡുകളാണ് 2021 ഈ കുന്നത്തുനാട്ടിൽ എനിക്ക് കിട്ടിയത്. കിഴക്കമ്പലം നെല്ലാട് റോഡ്, മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ്, ചൂണ്ടി രാമമംഗലം റോഡ്,
പള്ളിക്കവലം മൗലൂദർ റോഡ്, മലയിടംതുരുത്ത് മത്തങ്ങാക്കുരിശ് റോഡ്, പെരിങ്ങാല പുത്തൻകുരിശ് റോഡ്. കാരണം എല്ലാത്തിനും ഞാൻ ഫണ്ട് വെച്ചിട്ടുണ്ട്. PWD വർക്കുകൾ മാത്രം ഏകദേശം 200 കോടിയിലധികം വരുന്ന തുകകൾ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് എല്ലാ റോഡുകളും തന്നെ BMBC നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ചില റോഡുകളിൽ ഫണ്ട് വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തകർന്നടിഞ്ഞ റോഡുകളും മണ്ഡലത്തിലൊരു പ്രധാന വിഷയമായിരുന്നെങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏറ്റവും മികച്ച റോഡുകളിലൂടെയാണ് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ പോലും അവരുടെ ഈ വാഹന പ്രചരണ പോകുമ്പോൾ അവരണികൾ പറയണത് 2021 ഈ റോഡൊക്കെ നന്നായിരുന്നെങ്കിൽ അന്നത്തെ സ്ഥാനാർത്ഥി ജയിച്ചു പോയാനെന്ന് UDF സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയ അംഗീകാരമല്ലേ. സിറ്റിംഗ് MLA ആയ സ്ഥിതിക്ക് ഈ വികസനത്തിന് ലഭിക്കുന്ന സിറ്റിംഗ് MLA ഫണ്ട് ഒരു 90% വിനിയോഗിച്ച് കഴിഞ്ഞു. എങ്ങനെയാണ്? ഏതാണ്ട് എല്ലാം. പിന്നെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ കൊടുത്തങ്ങനെ ASും TS ഒക്കെ ആയി അത് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. അതല്ലാതെ ഏതാണ്ട് എല്ലാം തന്നെ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എതിരാളി ശക്തനാണ്, അറിയാലോ. വർഷങ്ങളോളം കുന്നത്ത് നാടിനെ അടക്കി ഭരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 2021 അതൊരു മാറ്റം വന്നു. ഇത്തവണ ശക്തമായി തിരിച്ചു വരും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എങ്ങനെ കാണാം? എതിരാളികളുടെ ശക്തിയോ വലിപ്പമോ ഒന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ആ ശക്തി പക്ഷെ ജനങ്ങൾ ശക്തരാണ്. ജനങ്ങൾ ശക്തരാണെന്ന് പറയാനും കാരണം അവരാണ് വിധി എഴുതുന്നത്. 2021 2020 നേടിയത് മികച്ച വോട്ടുകളാണ്. 47,000-ലധികം വോട്ടുകൾ 40,000-ലധികം വോട്ടുകൾ നേടി 2020 ഒരു എന്താ പറയുക നെക്ക് ടു നെക്ക് വന്നു സെക്കൻഡ് സ്ഥാനാർത്ഥിയോടൊപ്പം. അപ്പോൾ ഇത്തവണ അവർ NDAയുടെ ഭാഗമാണ്. ഒപ്പം NDAക്ക് BDJSും എല്ലാം കൂടെ ചേരുമ്പോൾ അവർ ശക്തമായൊരു സാന്നിധ്യമായി രംഗത്തുണ്ട്. അവരെ ഓർമ്മ വേണം. ഒപ്പം തന്നെ അത് അവർ ചെയ്യുന്ന വോട്ടുകൾ ആർക്കാണ് ഗുണം ചെയ്യുക? അവർക്ക് കിട്ടുന്ന വോട്ടുകൾ വർഗീയവാദികൾക്ക് ഗുണകരമാവും. ആ വർഗീയവാദികൾക്ക് ഗുണകരമാകുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദളിതർ അടക്കമുള്ള ആളുകൾ അതിൻ്റെ ദോഷം അനുഭവിക്കും. ആ കൂട്ടുകെട്ടെന്ന് പറയുന്ന കോൺഗ്രസും NDA ആയിട്ട് പരസ്യമായിട്ട് കൂട്ടുകെട്ടല്ലേ. അതെ. അപ്പോൾ കോൺഗ്രസ് സമ്മതിക്കണം, വർഗീയവാദികളായിട്ട് അവർ ഇപ്പോൾ പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് NDAയുടെ പിന്തുണയോടുകൂടിയാണ് പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ പുറത്തൊക്കെ പ്രതിപക്ഷ നേതാവ് ഡീൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഡീല് നിങ്ങൾ കാണുകയും പുത്തൻകുരിശ് പഞ്ചായത്തിൽ NDAയുടെ സംഘപരിവാറിന് പിന്തുണയോടുകൂടി ഭരിക്കുമ്പോൾ അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത ആളാണ് ഇന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പരസ്യമായിട്ട് നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് അതിന്. അങ്ങനെയെങ്കിൽ SDPയുടെയും PDPയുടെയും വോട്ടുകൾ LDF സ്വീകരിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പരസ്യമായി PDP വോട്ട് പരസ്യമായി പറഞ്ഞു സ്വീകരിച്ചു എന്ന് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, ഞങ്ങൾ പറയുന്നു ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെ വോട്ട് എനിക്ക് വേണം, ഞാൻ പരസ്യമായിട്ട് പിന്നെ പറയുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അതേപോലെ തന്നെ ഒന്ന് പറയട്ടെ, ഞങ്ങൾക്ക് NDAയുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുക, അതിനുള്ള ഗട്ട്സ് ഉണ്ടോ? നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഭർത്താവ് കൂടിയാണല്ലോ UDFൻ്റെ സ്ഥാനാർത്ഥി. ഇതുപോലെ ഗട്ട്സോടി പറയട്ടെ, ജനങ്ങളെ വഞ്ചിക്കാതെ. ഞാൻ വിചാരിച്ചു ഇലക്ഷനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പിന്തുണ വേണ്ട എന്ന് പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ പരസ്യമായിട്ട് ഇന്ന് വരെ അതിനെ തള്ളി പറയാൻ അദ്ദേഹത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇത് കട്ട് ചെയ്യരുത് കേട്ടോ. ഈ പറയുന്ന ഡയലോഗും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം വെച്ചിട്ട് കട്ട് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അറിവുണ്ടോ? കേവലം ഒരു വോട്ടിന് വേണ്ടി ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ്? കോൺഗ്രസിലെ വലിയ വിഭാഗം അതിനെതിരാണ്. കോൺഗ്രസിലെ വലിയ വിഭാഗം പുത്തൻകുരിശ് പഞ്ചായത്തിൽ NDAയുടെ പിന്തുണയോടുകൂടി ഇപ്പോൾ ഭരിക്കുന്നതിനെതിരാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, കോൺഗ്രസിന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. സാമുദായികമായ എത്ര പിന്തുണ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്? സമുദായ വോട്ട് എങ്ങനെയാണ് ധ്രുവീകരണം ഉണ്ടാവുക ഇവിടെ? ഈ ആത്യന്തികമായിട്ട് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്, ഇല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വർഗീയ വിഷം തൊപ്പുന്ന ആളുകൾ നടത്തുന്ന, ഇപ്പോൾ അല്പവസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ കിഴക്കമ്പലത്ത് ഇറങ്ങി തുടങ്ങി, ഇല്ലേ? അല്പവസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ കിഴക്കമ്പലത്തെ സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് എന്ന് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാരും കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ
ഇല്ലാതാക്കണമെന്ന് ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് നിങ്ങൾ UDF വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ PV ശ്രീനിജൻ തോറ്റെന്ന് വരും. പക്ഷെ നാളെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആപത്തുകൾ വലിയൊരു നിങ്ങൾ ഒരു ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജനം തീരുമാനിക്കട്ടെ. നാളെ നിങ്ങൾ UDF കൊടുക്കുന്ന വോട്ടും NDA കൊടുക്കുന്ന വോട്ടും ഒരേ ക്യാമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ വളരെയധികം നന്ദി. അപ്പോൾ എല്ലാ വിധ ആശംസകളും നേരുകയാണ്. ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അങ്ങനെ ആശംസിക്കാനും സാധിക്കും. കുന്നത്തുനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി VP സജീന്ദ്രനാണ് മത്സരിക്കുന്നത്. ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹം 2016 നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. കഴിഞ്ഞ തവണ VP ശ്രീനിജനെ 2717 വോട്ടുകളാണ് നേടിയാണ് VP സജീന്ദ്രനെ ശ്രീനിജൻ പരാജയപ്പെടുത്തിയത്. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കുന്നത്തുനാട്ടിൽ നടക്കുന്നത്. മണ്ഡലം VP സജീന്ദ്രൻ തിരിച്ചു പിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് UDF സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ജീവൻ ജനഹിതത്തോടൊപ്പം ഉള്ളത് കുന്നത്തുനാട്ടിലെ UDF സ്ഥാനാർത്ഥി ശ്രീ VP സജീന്ദ്രനാണ്. കുന്നത്തുനാട് ആർക്കൊപ്പമാണെന്ന് അറിയാൻ ഇനി ദിവസങ്ങളില്ല, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ അവകാശപ്പെട്ടത് റോഡുകൾ മുഴുവൻ അദ്ദേഹം വന്നപ്പോൾ നല്ലോണം മെച്ചപ്പെട്ടതാക്കി, കുടിവെള്ള പദ്ധതികൾ വികസനം നല്ലോണം ചെയ്തു എന്ന് പറയുന്നു. ഒപ്പം MLA ഫണ്ട് 90% MLA ഫണ്ട് വിനിയോഗിച്ചു എന്നാണ് പറയുന്നത്. താങ്കൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? ഒപ്പം 2016 മുടങ്ങിക്കിടന്ന പദ്ധതികൾ അത് ഇത്തവണ MLA ആയി തിരിച്ചു വന്നാൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികളുടെ മനസ്സിലുണ്ടോ? അല്ല, ഇപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ കുടിവെള്ളം ടാങ്കർ ലോറിയിൽ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്ന കാണിച്ചു തരാം. കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ റോഡുകൾ ഞാൻ MLA ആയിരുന്ന സമയത്ത് 90% BM and BC നിലവാരത്തിലാക്കിയതിന് ശേഷമാണ് ഞാൻ MLA സ്ഥാനത്ത് പോകുന്നത്. മനസ്സിലായില്ലേ? പൂർത്തീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചില വർക്കുകൾ ഞാനുള്ള സ്ഥലത്തെ പൂർത്തീകരിക്കാനായിട്ട്, കാരണം ഫണ്ട് അനുവദിച്ച് അപ്പം ഞാൻ അനുവദിച്ച ഫണ്ടുകളിൽ ചിലതൊക്കെ റോഡിൻ്റെ നിർമ്മാണം, കുടിവെള്ള പൈപ്പ് ലൈൻ ഇടേണ്ടത് PWDയും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ധാരണപ്രകാരം അത് പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷം പണിതാൽ മതി എന്നൊക്കെ പറഞ്ഞ് താമസിപ്പിച്ചാണ്. അത് ടെക്നിക്കലായിട്ടുള്ള താമസമാണ്. അതൊക്കെ ഞാൻ അനുവദിച്ച ഫണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് പൂർത്തീകരിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ബന്ധമുള്ളത്? ഞാൻ MLA ആയതിനു ശേഷം ഞാനിത് ഈ ഫണ്ട് അനുവദിപ്പിച്ച്, ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് പണി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ക്ലിയറാണ്. അപ്പോൾ ഈ 5 വർഷക്കാലം മറ്റ് വികസന പദ്ധതികളൊന്നും നേരിട്ട് പ്രത്യക്ഷത്തിൽ കാണാനില്ല, ഒന്നും കാണാനില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ MLA ആയിരുന്നപ്പം പണിതാണ് തമ്മാനിമറ്റം തൂക്കുപാലം. ആ തൂക്കുപാലം വെള്ളപ്പൊക്കത്തിൽ അത് പോയി. അപ്പോൾ ഈ നിലവിൽ ആ തൂക്കുപാലം ഈ 5 വർഷമായിട്ടും അത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെന്നാണ് പറഞ്ഞത്, 1 അല്ല 2 എണ്ണം. അപ്പോൾ 2 കല്ലും അവിടെ വെച്ചിട്ടുണ്ട്. പാലം ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വികസന രേഖകളുള്ളത്. എനിക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആശുപത്രികൾ ഇഷ്ടം പോലെ ഉണ്ട്. കോലഞ്ചേരി ചെന്നാൽ മിനി സിവിൽ സ്റ്റേഷനുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുണ്ട്, 2 കടമ്പ്രയാർ 2 ടൂറിസം പദ്ധതികളുണ്ട്. അതുകൂടാതെ സ്കൂളിൻ്റെ എത്രയോ സ്കൂൾ കെട്ടിടങ്ങളുണ്ട്, മോഡൽ അംഗൻവാടികളുണ്ട്, മാഞ്ചേരിക്കുഴി പാലമുണ്ട്. പിന്നെ നിർമ്മാണം വൈകിപ്പിച്ച കോരങ്കടവ് പാലം, അതായത് മോനായി സ്ഥലം അപ്രോച്ച് റോഡിന് ഏറ്റെടുക്കാതെ പണി തുടങ്ങിയൊരു പാലമാണ്. എല്ലായിടത്തും അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുത്തതിന് ശേഷമേ പാലം പണിയാറുള്ളൂ. പക്ഷേ അദ്ദേഹം അപ്രോച്ച് റോഡില്ലാതെ പാലം പണിതു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ പാലം പണി വീണ്ടും ടെൻഡർ ചെയ്ത് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓരോന്നും ചെയ്യാൻ കഴിഞ്ഞു. ഒരു വ്യാവസായിക നഗരമാണ് കാക്കനാട് അടക്കമുള്ളത്. നമുക്കറിയാം എറണാകുളത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. കൂടുതലും വ്യവസായം നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. വ്യവസായ രീതിയിലും ഒപ്പം തന്നെ വികസനത്തിന് യുവാക്കൾക്കുള്ള തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് എന്തെല്ലാം പദ്ധതികളാണ് മനസ്സിൽ കാണുന്നത്? അപ്പോൾ ഇവിടെയുള്ളവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഇൻഫോ പാർക്കായാലും അതേപോലെ തന്നെ ഫേസ് 2 കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലാണ്. അതിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് അവർ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് ഈ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ കൂടുതൽ തൊഴിലവസരം കിട്ടും. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും 1 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കേണ്ട ഒരു ഇതാണ് സ്മാർട്ട് സിറ്റി പദ്ധതി.
അതിപ്പോഴും അതേപടി കിടക്കുകയാണ്. ഉമ്മൻചാണ്ടി സാർ ഉദ്ഘാടനം ചെയ്തു പോയത് ആ സ്മാർട്ട് സിറ്റി ഒരു 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 ലക്ഷ്യം, ഉമ്മൻചാണ്ടി സാറിൻ്റെ ലക്ഷ്യം ഇതേവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും ഇതേവരെ ചെയ്തിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ 1,00,000 പേർക്ക് ഇൻഡയറക്റ്റായിട്ട് കുറേ ഒരു വ്യവസായ സംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജോലിക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് വേറെയും ജോലി അവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ടാക്സിക്കാർക്ക് ജോലി അവസരം ഉണ്ടാകും, ലോഡ്ജുകാർക്ക് ഇതുണ്ടാകും, അതുപോലെ പുതിയ ഫ്ലാറ്റുകൾ വരും, വില്ലകൾ വരും. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ഒട്ടനവധി മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിന് UDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുൻകൈ എടുക്കും. ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 NDAയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ തവണ 2021 41,000 വോട്ടുകൾക്കാണ് സെക്കൻഡറിയിലേക്ക് വരേണ്ട ഏകദേശം ഒരു 3 ആണെങ്കിലും വളരെ ചെറിയ മാർജിനിലാണ് 3ാം സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ ഇത്തവണ NDAയുടെ ഭാഗമാകുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ് വോട്ട് നേടാൻ. അത് ആർക്കാണ് ഗുണം ചെയ്യുക? UDFനാണ് ഗുണം ചെയ്യുന്നത്. വർഗീയവാദികളുടെ വോട്ട് നേടി UDF 2020 വോട്ട് നേടുമെന്നാണ് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞത്. എങ്ങനെ കാണാം? അല്ല, ഇത് ഈ 2020 പാർട്ടി എന്ന് പറയുന്നത് പല പാർട്ടികളിൽ നിന്നും പോയി ചേർന്നിട്ടുള്ള ആളുകൾ, അല്ലാതെ പുതിയതായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും വന്നവരല്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പോയതാണ്. അതിൽ കോൺഗ്രസ്സിലെ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് ഭൂരിപക്ഷവും 2020യിലേക്ക് പോയത്. അവർ എന്ന് പറയുന്നത് ഈ മതേതരവാദികളായിട്ടുള്ള ആളുകളാണ്. ഇവിടെ TH മുസ്തഫ എന്ന് പറയുന്നയാൾ തോൽപ്പിക്കാൻ വേണ്ടി LDF പല പ്രാവശ്യം ഈ കുന്നത്തുനാട്ടിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചു. അപ്പോൾ ഈ ക്രിസ്ത്യൻ ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോഴും TH മുസ്തഫയ്ക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ ഇവിടെ അങ്ങനെ ചിന്തിക്കുന്ന മതേതരവാദികളായ ആളുകളാണ്. അപ്പോൾ അവർക്കൊരിക്കലും RSS സംഘപരിവാർ കൂട്ടുകെട്ടുമായിട്ട് കൂടാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. അപ്പം ഞാനിവിടെ നിരവധി വീടുകൾ, പഴയ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ പോയി, ഈ 2020യിലേക്ക് പോയതെന്ന് കരുതുന്നവരുടെ വീടുകളിൽ അവരെല്ലാം പറയുന്നത് ഞങ്ങൾ സാബു നിഷ്പക്ഷനായി നിന്നപ്പം ഞങ്ങൾ കൂടെ നിന്നു. സാബു ഇപ്പോൾ ഇടതോട്ടും ഇല്ല വലത്തോട്ടും ഇല്ല, ഞങ്ങൾ നിഷ്പക്ഷരാണ്, ജനങ്ങളുടെ നന്മ മാത്രം. പക്ഷേ സാബു ഇപ്പം സാബുവിൻ്റെ കമ്പനിയുടെ താല്പര്യവും ബിസിനസ് താല്പര്യവും മുൻനിർത്തി ഒരു മുന്നണിയുടെ ഭാഗമായപ്പോൾ അതും RSS സംഘപരിവാർ BJPയുമായി ചേർന്നപ്പോൾ ഞങ്ങൾ ഒരു കാരണവശാലും അവർക്ക് നീ വോട്ട് ചെയ്യില്ല. ഞങ്ങളുടെ പഴയ പാർട്ടി എന്ന് പറയും, ഞങ്ങളുടെ ബ്ലഡിൽ ഇപ്പോഴും കോൺഗ്രസ്സാണ്, അതുകൊണ്ട് ഞങ്ങൾ UDFനെ വോട്ട് ചെയ്യുള്ളൂ എന്ന് അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം നമുക്ക് ആ വോട്ടെന്നുള്ളത്. അപ്പോൾ 2020ക്ക് കിട്ടാത്ത വോട്ടുകൾ UDFിലേക്ക് വരുന്നതാണ് പ്രതീക്ഷ. 2020യിലേക്ക് പോയ ഭൂരിപക്ഷ വോട്ടുകളും UDFൻ്റെ അനുഭാവികളുടെ വോട്ടുകളായിരുന്നു. അവരിനി അവർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ അവർ ചെയ്യേണ്ടത് കോൺഗ്രസ്സിനാണല്ലോ. അത് വലിയ കണക്കൂട്ടലിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ വോട്ട് കോൺഗ്രസ്സിന് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പലരും NDAയുടെ ഭാഗമായതോടുകൂടി പല പഞ്ചായത്ത് മെമ്പർമാരും പല പ്രവർത്തകരും അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. 2020 ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അവരുടെ പരിപാടികളിലൊന്നും ഇവിടെ നടത്തുന്ന പരിപാടികളിലൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട് ആ വോട്ടെല്ലാം തിരിച്ചു വന്നു എന്നുള്ളത്. ഈ സാമുദായിക ധ്രുവീകരണം എത്തരത്തിലാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? പല സമുദായങ്ങളുള്ള ഒരു നിയോജക മണ്ഡലമായ സ്ഥിതിക്ക് എല്ലാ സമുദായത്തിലെ ആളുകളും ഭൂരിപക്ഷവും UDFനെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ തുടർച്ചയായിട്ട് ജയിക്കുന്നത്. വളരെ ചെറിയ അവസരങ്ങളിൽ മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ തവണ എന്താണ് കൈവിട്ടു പോകാൻ കാരണമെന്താണ് താങ്കൾ കരുതുന്നത്? കഴിഞ്ഞ തവണ 2020യുടെ വരവാണ്. അവർ വന്ന് ജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കിയപ്പോൾ കുറേ വോട്ടുകൾ അങ്ങോട്ട് പോയി. എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. പക്ഷേ പിന്നീട് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2020 ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും 2020 വലിയ പ്രതീക്ഷയോടുകൂടി വലിയ റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ 2020യുടെ ഇരുന്ന പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുക്കുകയായത്. CPMന് ഈ ഭരണസ്വാധീനവും ഇതെല്ലാം കാണിച്ചിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരെ വിശ്വാസമേ അല്ല. അതായത് CPM എന്ന് പറയുന്ന LDFനോട് വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ കൂടുതൽ പഞ്ചായത്തുകളും UDFന് കിട്ടിയത്. ഇപ്പോൾ പൂത്തൃക്ക പഞ്ചായത്ത് അവിടെ ടോസിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2020 കിട്ടിയത്. വൈസ് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ജോണാണ്. അപ്പം ജോൺ ജോസഫ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ പല മെമ്പർമാരും BJPയോടൊപ്പം ചേർന്നതോടുകൂടി
അവർ നിലവിൽ BJPയുടെ ഒരു പരിപാടിക്കും ഈ ഇലക്ഷൻ വർക്കിന് പോലും ഇറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ജീവൻ ജനഹിതത്തോടൊപ്പം എന്നുള്ളത് കുന്നത്തുനാട്ടിലെ NDAയുടെ 2020 സ്ഥാനാർത്ഥി ശ്രീ ബാബു ദിവാകരനാണ്. അദ്ദേഹം ജനഹിതം തേടുന്നത് ഐക്കർനാട് ഗ്രാമപഞ്ചായത്തിലാണ്. അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയായി താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഒരു 10 രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയാൽ പോലും അത് സുതാര്യമായിരിക്കും. അതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. സുതാര്യമായിരിക്കണം. ജനങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടാവണം. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവണം. സുതാര്യമായിരിക്കണമെന്നതെല്ലാം ഉണ്ടല്ലോ. എന്നുവെച്ചാൽ അതിനകത്ത് മറ്റ് താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം, കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് കിട്ടിയ കുറേ വോട്ട് 2020 കോൺഗ്രസിൻ്റെ ഒരു ചായ്വ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ വോട്ട് കൂടി 2020 പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തവണ BJPയോടൊപ്പം ചേർന്നാലും കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് തന്നെ വന്നു ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. എങ്ങനെ കാണും? അങ്ങനെ കോൺഗ്രസ് വോട്ട്, BJP വോട്ട്, CPM വോട്ടൊന്നും പറഞ്ഞൊരു വോട്ടൊന്നും ഇപ്പോൾ ഇല്ല. കാരണം ജനങ്ങൾ വളരെ ബോധവാന്മാരാണല്ലോ. മാഡം തന്നെ എടുക്കുന്ന ഈ പെട്ടെന്ന് തന്നെ ഇതങ്ങ് അവിടെ കയ്യിൽ കിട്ടുകയല്ലയോ. വളരെ ബോധവാന്മാരാണ്. ആരാണ് നല്ലത് ചെയ്യുന്നത്, കൃത്യമായി ചെയ്യുന്നത് ആരാണ്, എന്താണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഓരോരുത്തരും സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ, അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു. ഇവരൊക്കെ ഈ വോട്ടിൻ്റെ കണക്ക് ഇങ്ങനെ ജനങ്ങളെ കോൺഗ്രസ് വോട്ട്, CPM വോട്ട് എന്നൊക്കെ പറയുമ്പോഴേ ഈ പറയുന്ന സജീന്ദ്രനൊക്കെ ഈ സംവരണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയുന്നത് ദുരിതം. ഞാൻ വെല്ലുവിളിക്കുക, എന്നോട് വരാൻ തയ്യാറുണ്ടെന്ന്. ഇവർ രണ്ടുപേരെ ഞാൻ വിളിക്കുന്നു, ഒന്ന് സംസാരിക്കാം. ഇത് സംവരണ മണ്ഡലമല്ലേ, നമുക്കൊന്ന് ഇരിക്കാം. എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇവരുടെ വിഷയങ്ങളൊന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വോട്ടിങ്ങനെ ഡിവൈഡ് ചെയ്യട്ടെ. നമ്മൾ അങ്ങനെ ഒരു കണക്കേ വെക്കുന്നില്ല. BJPയുടെ ഇത്ര വോട്ട്, 2020 വോട്ട്, CPM വോട്ട്, കോൺഗ്രസ് വോട്ടൊന്നുമില്ല. ജനങ്ങൾ ഒന്നാകെയാണ്. അവർക്ക് ഞങ്ങൾ വെക്കുന്നത് നന്മയുടെ വഴിയാണ്. നമ്മളോടൊപ്പം ചേരുക ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. BJPയോട് കൂടി ചേർന്നപ്പോൾ നിങ്ങളുടെ ഒരു ഐക്യം ശക്തിപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, ഇത്തവണ BJPയുടെ NDAയുടെ കൂടിയാണ് ചേർന്നിരിക്കുന്നത്. എങ്ങനെ കാണാം? കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയാണ്. 100% അവർ BJP പ്രവർത്തകർ ഭയങ്കര ആവേശത്തിലാണ്. അവർക്ക് നിങ്ങളിപ്പോൾ ഈ പറയുമ്പോഴൊക്കെ 2021 BJPയുടെ വോട്ടിംഗ് കണക്കല്ലേ പറയുന്നത്. ഒരു 2016 ഒരു കണക്കുണ്ട്, ഒരു 16,000 വോട്ടിന്റെ കണക്കുണ്ട്. 2016 16,000, പിന്നീട് 41,000 അധികം, 41,000 2021 2016 BJPക്ക് മാത്രം ഒരു 16,000 വോട്ടുണ്ട്. ആ കണക്ക് പക്ഷേ ആരും പറയുന്നില്ല. അതൊക്കെ ഈ സ്ഥാനാർത്ഥി ഡിപ്പെൻഡ് ചെയ്തൊക്കെ ആയിരുന്നു ആ വോട്ട് വരിക. പിന്നെ ഒരു ആവേശം ഉണ്ടാവുക. അപ്പൊ അതും ഇതും കൂടി ചേരുമ്പോൾ ബാബുദിവാറിന് ഇപ്പൊ ഭയങ്കര ആവേശമല്ലേ ഇവിടെ. അപ്പൊ അതാ കണ്ടില്ലേ, സംഘം പ്രവർത്തകരും BJP പ്രവർത്തകരും ഭയങ്കര എന്നെ കൊണ്ടു നടക്കാൻ അവര്. അപ്പൊ ആ ആവേശം വരുമ്പോൾ 16 ചിലപ്പോൾ 32 ആവും. ഇപ്പോ LDF സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MLA പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്നതാണ് ഇവിടുത്തെ റോഡും മറ്റ് വികസന പദ്ധതികളെല്ലാം അദ്ദേഹം നടപ്പാക്കിയതാണ്. അത് പൂർത്തീകരിക്കാൻ ഒരു ചാൻസും കൂടി അദ്ദേഹം ചോദിക്കുകയാണ്. എങ്ങനെ കാണാം? ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സിറ്റിംഗ് MLAയുടെ വകയാണ്. അത് മാഡം, ഈ MLA ഫണ്ട്, ഒരു MLAക്കുള്ള ഫണ്ട്, അതിന്റെ വിനിയോഗം 90% MLA ഫണ്ട് വിനിയോഗിച്ചതാണ് ശ്രീനിജന്റെ അഭിപ്രായം. അതെ, അതിന്റെ വിനിയോഗം, നമുക്ക് റോഡ്, പാലം, ഞാൻ മുമ്പേ പറഞ്ഞ വെയിറ്റിംഗ് ഷെഡ്, പൊക്കവിളക്ക്, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ മാത്രം ഈ വികസനത്തിന് ലിസ്റ്റിൽപ്പെടുത്തുമ്പോഴേ അതൊക്കെ ചെയ്യാൻ MLA ഒന്നും വേണ്ടെന്നേ, ചീഫ് സെക്രട്ടറി മതി. എന്റെ കാഴ്ചപ്പാട് അതാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണോ 2020 ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്? രണ്ടും. ഞാൻ 2020യും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും, കേന്ദ്ര സർക്കാരിന്റെ വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു പ്ലാനിംഗ് ഉണ്ടല്ലോ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്. 4 മണിക്കൂർ മാത്രം ഉറങ്ങുകയും അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ. ഈ കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ പദ്ധതികളിലും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ആ നയങ്ങൾ പലരും പല കാര്യങ്ങളും അറിയുന്നില്ല എന്നൊരു പല ഞങ്ങളുടെ ജനഹിതത്തിൽ അറിഞ്ഞതാണ്. അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ NDA സ്ഥാനാർത്ഥി എന്നുള്ളത് താങ്കൾ എന്തൊക്കെയാണ്? അത് തീർച്ചയായിട്ടും. അത് ഇവിടെ എന്നെ കേൾക്കുന്ന BJPയുടെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽപ്പുണ്ടല്ലോ. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്തുന്നതിനുള്ള എനിക്ക് തോന്നുന്നു ഇനിയെങ്കിലും അത് സംഘടനാപരമായി ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അപ്പൊ ഇത്തവണ ആത്മവിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, നാലാമതിക്ക് ശേഷം നമ്മള് ബാക്കിയുള്ള ആവശ്യ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും നേരുകയാണ്. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും.
കുന്നത്തനാട്ടിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് LDFും UDFും NDAയും തമ്മിൽ. ചെറിയ മാർജിനിലാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടതെങ്കിൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെയാണ് NDA സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ പറയുന്നത്. ഏതായാലും വിജയ ആശംസകൾ നേരുകയാണ്. കുന്നത്തനാട്ട് നിയോജക മണ്ഡലത്തിൽ തീപ്പാറും പോരാട്ടമാണ്. സിറ്റിംഗ് MLA PV ശ്രീനിജൻ മണ്ഡലം നിലനിർത്തുമോ? UDF ഭരണം തിരികെ പിടിക്കുമോ? പുതുതായി 2020 പാർട്ടി NDAയിലോട് കൂടുന്നതോടുകൂടി NDA പുതിയതായി ഈ ഭരണം കൈയാളുമോ? കാത്തിരുന്ന് കാണാം. കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ ജനഹിതം പൂർണ്ണമാകുന്നു. അടുത്ത മണ്ഡലവുമായി നാളെ വീണ്ടും ഇതേ സമയം. നന്ദി, നമസ്കാരം.